ഈ ഒരു ചെടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല വെയിലുള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് എത്ര നാൾ നമുക്ക് ഇതേപോലെ തന്നെ ഇത് നിലനിർത്തി കൊണ്ടുപോകാം, ഇതെങ്ങനെ പ്രൂൺ ചെയ്യാം, നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കണ്ടു നോക്കണേ. നല്ല വെയിലുള്ളിടത്താണെങ്കിൽ ഈ കളറായിരിക്കും, വെയിലില്ലാത്തിടത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും നിൽക്കുന്നത്. കണ്ടില്ലേ, ഒട്ടും തന്നെ ആ ഒരു റെഡ് കളറ് വന്നിട്ടില്ല. ഇതാണെങ്കിൽ നല്ല റെഡ് കളറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലത്താണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറിൽ നമുക്കിത് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആർത്ത് കിളിർത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് മേളിലോട്ട് നന്നായിട്ട് കനം കുറഞ്ഞ സ്റ്റെമ്മുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് താഴ്ത്തി പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വളർന്നു വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കുറച്ച് നാളുകൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ താഴെയുള്ള സ്റ്റെമ്മിന് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല ഭയങ്കരമായിട്ട് കട്ടിയാകും. പിന്നെ വേരുകളും ഈ തണ്ടുമൊക്കെ ഉണങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ നിന്ന് കട്ടി കുറഞ്ഞ സ്റ്റെമ്മ് കട്ട് ചെയ്തതിന് ശേഷം അത് വേറെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ നമുക്കിത് ബോർഡർ ഗ്രാസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സ്റ്റെമ്മൊന്നും കളയണ്ട. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ബോർഡറായിട്ട് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം, കനം കൂട്ടി കുറേ ഈ കട്ട് ചെയ്യുന്ന സ്റ്റെമ്മ് ഇതിൻ്റെ സൈഡിൽ വീണ്ടും വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്കത് നല്ല വീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. വീതിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ അങ്ങനെ പല ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്യാം. പിന്നെ അധികം വളമൊന്നും ഇതിന് വലിയ കെയറിങ്ങോ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ്. നല്ല സൂര്യപ്രകാശം അതാണ് വേണ്ടത്. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു കിട്ടും. പിന്നെ ഇതിന് കുറച്ചധികം വേരുകൾ ഉള്ളതാണ് കേട്ടോ. നന്നായിട്ട് വേരുകൾ ഉള്ള ഒരു ടൈപ്പ് ചെടിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് മുകളിലുള്ള ഒരു സ്റ്റെമ്മ് ഇതേപോലെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. അതേസമയം താഴത്തുള്ളത് ഇത്തിരി ഹാർഡായിട്ടുള്ളതായിരിക്കും. അതങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഹാർഡായിട്ട് ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വേറെ നട്ട് വളർത്തണം. കുറച്ച് നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നല്ല താഴ്ത്തിയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് കണ്ട എൻ്റെ ലാൻഡാനയാണ് കേട്ടോ. മഞ്ഞയുണ്ട്, അതേപോലെ തന്നെ റെഡ്, നല്ല ഡാർക്ക് റെഡ്, മജന്ത കളറ്, ഒരു ലൈറ്റ് യെല്ലോയും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളത്, പിന്നെ ഒരു വയലറ്റും വൈറ്റും ഉണ്ട് കേട്ടോ. അതേ പൂക്കളില്ല. അപ്പോൾ നന്നായിട്ട് അതും പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് ചെറിയ കട്ടിങ്സ് വെച്ച് നട്ട് കൊടുക്കണം. എന്നിട്ട് മോൾ വശം ഒന്ന് അതേ ലെവലിലൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി ഈ വേസ്റ്റൊക്കെ ഒന്ന് അടിച്ച് മാറ്റി കളയാം. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ബോർഡറായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തുക. നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം നിങ്ങൾക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.